വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഈ നേരത്തെ നമുക്കറിയാം, ഈ സർക്കാർ നടത്തിയ ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ DA ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള മെസ്സേജ് അയക്കുന്ന ഒരു നടപടിയിലേക്ക് പോയിരുന്നു. ആ നടപടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ജീവനക്കാരുടെ ഡേറ്റ എടുത്ത ശേഷം ആ നടപടിയിലേക്ക് പോയി എന്ന കടുത്ത വിമർശനം, അതിന്മേലാണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ മേൽ എത്തുന്നത്. DAയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ഈ ഡേറ്റകൾ ശേഖരിച്ചത്? DA സന്ദേശവാദമാണ്. അത് സർക്കാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി ഇപ്പോൾ വരുന്നു. ഇനി ആർക്കും മെസ്സേജ് അയക്കരുത് എന്ന് കൂടി ഹൈക്കോടതി പറയുകയാണ്. അപ്പോൾ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. വലിയ ന്യായീകരണങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പല സൈബർ ഹാൻഡിലുകളിൽ നിന്നും ഇടത് ഹാൻഡിലുകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടു. വലിയ ക്യാപ്സ്യൂളുകളൊക്കെയാണ് ഇറക്കിയത്. പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഈ ഡേറ്റകൾ എവിടെ നിന്ന് കിട്ടിയെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നു. കടുത്ത വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കണം, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഡേറ്റാസ് ചോരുന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ ഈ ഡേറ്റകൾ ചോർത്തുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി, കനത്ത തിരിച്ചടി വരുന്നത്. തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് കാലത്തേൽക്കുന്ന മുഖമടച്ചുള്ള മറ്റൊരു പ്രഹരം കൂടിയെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ വോട്ടിന് വേണ്ടി നേരത്തെ സർവേ നടത്തി, ആ സർവേ നടത്തിയ സർക്കാരിന് മറ്റൊരു തിരിച്ചടി മുഖമടച്ച് കിട്ടുകയാണ്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഹർജിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. ഇതിപ്പോൾ ശരിവെക്കുകയാണോ ഹൈക്കോടതി? എന്താണ് ഹൈക്കോടതി നൽകുന്ന നിർദ്ദേശങ്ങൾ? പ്രതീക്ഷ, കനത്ത തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് കിട്ടിയിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. കാരണം പ്രാഥമികമായി തന്നെ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി പറയുന്നത്, പ്രഥമദൃഷ്ട്യാ ഇത് പരിശോധിക്കുമ്പോൾ ഇതിൽ ഡാറ്റ ലീക്കേജ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതിക്ക് ബോധ്യപ്പെടുന്നത്. അതായത് വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നു. അല്ലാത്ത പക്ഷം കോടതിയെ ഡാറ്റ ലീക്കേജ് ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അല്പം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിക്ക് ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടി, ഈ ഡാറ്റകൾ, അതായത് ജീവനക്കാരുടെ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ മെസ്സേജ് അയക്കാൻ എവിടെ നിന്ന് കിട്ടി എന്നതാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഡാറ്റകൾക്ക് സംരക്ഷണമില്ലേ, വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലേ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് സർക്കാർ അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിച്ചു. ഇനി മേലാൽ ഇത്തരത്തിൽ മെസ്സേജുകൾ അയക്കരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ മെസ്സേജ് അയക്കുന്ന പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് കോടതി കൃത്യമായും ഇന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹർജിക്കാരെന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വാട്സപ്പ് നമ്പറിൽ നിന്നാണ്, ബിസിനസ് അക്കൗണ്ടിൽ നിന്നാണ് ഈ മെസ്സേജുകൾ വരുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഈ മെസ്സേജ് വരുന്നത്. കുറ്റക്കാരൻ മുഖ്യമന്ത്രിയാണ് എന്നതാണ് ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട വാദം. അവർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചത്, ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ലേ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ സർക്കാർ ഇത് ഇപ്പോൾ ഇനി ഈ മെസ്സേജുകൾ അയക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ തുടർ നടപടികൾ അടുത്ത ആഴ്ചത്തിലേക്ക് മാറ്റിവെക്കാമെന്ന വാക്കാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാർ അടക്കം ഇതുപോലെ ജീവനക്കാർക്ക് മെസ്സേജ് അയക്കുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ കോടതിയിൽ ഉന്നയിച്ചെങ്കിലും അതൊന്നും കോടതിയിൽ ഫലം കണ്ടിട്ടില്ല. എന്തായാലും ശക്തമായ തിരിച്ചടി സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ആർക്കും തന്നെ മെസ്സേജ് അയക്കരുത്, ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നത് ഇവിടെ വെച്ച് നിർത്തണം എന്ന കടുത്ത നിലപാട് കോടതി എടുക്കുന്നു. കാര്യം, ഈ വിവരങ്ങൾ, സ്വകാര്യത എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിഗതമായ അവകാശമാണ്, ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ്. അതിനുള്ളിലേക്ക് കടന്നു കയറി സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പ്രചാരണത്തിന് ആ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടാണ് ഹൈക്കോടതി എടുക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ DA അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് എല്ലാ സർക്കാർ ജീവനക്കാർക്കും മുഖ്യമന്ത്രിയുടെ പേരിൽ തന്നെയാണ് ഈ മെസ്സേജുകൾ ചെല്ലുന്നത്. അതിനെയാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. എങ്ങനെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഈ വിവരങ്ങൾ കിട്ടി എന്നതാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ഈ കേസിലെ 5ാമത്തെ എതിർകക്ഷിയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹർജി ഇപ്പോഴും കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാല ഉത്തരവ് അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. പ്രജീഷ്.